പുതിയ കുഞ്ഞു പിറന്നാൽ എല്ലാവരും സന്തോഷത്തോടെ വരവേൽക്കും. കുഞ്ഞിന്റെ മൃദുവായ ചർമ്മം, കുഞ്ഞുമുഖം ഒട്ടും ചിന്തിക്കാതെ വാരിയെടുത്ത് ചുംബിക്കാൻ ശ്രമിക്കും. പക്ഷേ ആരോഗ്യപരമായി നോക്കുമ്പോൾ കുഞ്ഞിനെ ചുംബിക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു ശീലമാണ്. കാരണം ജനിച്ചിട്ട് അധികം ദിവസമാകാത്ത കുഞ്ഞിന്റെ പ്രതിരോധശേഷി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായി വികസിച്ചിട്ടില്ല. ചെറിയൊരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലും ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാകാം. വായിലൂടെ പകരുന്ന വൈറസുകളിൽ ചിലത്, ഉദാഹരണത്തിന് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1, മുതിർന്നവർക്ക് സാധാരണയായി വലിയ പ്രശ്നമാകാതെ പോകും. എന്നാൽ ന്യൂബോണിൽ ഇത് നിയോനേറ്റൽ ഹെർപ്പിസ് പോലുള്ള ഗുരുതര രോഗങ്ങൾക്കും മരണത്തിനും കാരണമാകാം. അതുപോലെ ഫ്ലൂ, കോമൺ കോൾഡ്, RSV, COVID-19 പോലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പോലും ന്യൂബോണിനെ വേഗത്തിൽ ബാധിക്കും. 2. സ്കിൻ ഇൻഫെക്ഷൻസ്. കുഞ്ഞിന്റെ ചർമ്മം വളരെ സങ്കീർണവും സംരക്ഷണശേഷി കുറഞ്ഞതുമാണ്. ചുംബനത്തിലൂടെ ഫംഗൽ, ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻസ് പകരാം. ചിലപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലെ ചർമ്മത്തിലെ അണുബാധകൾക്ക് കാരണമാകും. 3. അലർജി പ്രതികരണങ്ങൾ. ലിപ്സ്റ്റിക്, ലിപ് ബാം, ഫേസ് ക്രീം എന്നിവയിലെ കെമിക്കൽസ് ന്യൂബോണിന്റെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കാം. 4. ഇമ്മ്യൂണിറ്റി. ജീവിതത്തിന്റെ ആദ്യ 6 മാസം കുഞ്ഞിന്റെ പ്രതിരോധ സംവിധാനത്തിന് വികസിക്കാൻ സമയമാണ്. അതിനാൽ ചെറിയ ഒരു എക്സ്പോഷർ പോലും വലിയ രോഗാവസ്ഥയിലേക്ക് മാറാം. കുഞ്ഞിനെ കാണാൻ വരുന്നവർ കൈ കഴുകി മാത്രം സമീപിക്കുക. മുഖം, വായ, എസ്പെഷ്യലി ലിപ്സ് ടു സ്കിൻ കോണ്ടാക്ട് ഒഴിവാക്കുക. മാതാപിതാക്കൾ പോലും കുഞ്ഞിന്റെ മുഖം, വായ, കൈകൾ എന്നിവ ചുംബിക്കാതെ കാലുകൾ അല്ലെങ്കിൽ വസ്ത്രത്തിനു മീതെ മാത്രം അഫെക്ഷൻ കാണിക്കുക. കുഞ്ഞു രോഗികളായ ആളുകളുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാതിരിക്കണം. കുഞ്ഞിനെ ചുംബിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമായാലും ന്യൂബോൺ സ്റ്റേജിൽ അത് ആരോഗ്യത്തിന് അപകടകരമാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക. കഡിൽ ചെയ്യുക, ലുലിബൈ പാടുക, ജെന്റിൽ ടച്ച് നൽകുക. കുഞ്ഞിന്റെ ആരോഗ്യവും സുരക്ഷയും ആദ്യം.